രണ്ടാം ഞായറാഴ്ച കേരള ബോക്സ് ഓഫീസിൽ തീയായി ആളിപ്പടർന്ന് സൈജു കുറുപ്പിന്റെ 150-ാം ചിത്രം ഭരതനാട്യം 2 മോഹിനിയാട്ടം. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് ആർമീൻ്റെ പുതിയൊരു വീഡിയോ ഇട്ട് സാധാ. അപ്പം ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന ഏറ്റവും പുതിയ മലയാള സിനിമയുടെ 10ാം ദിനമായിട്ടുള്ള ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും 10 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടൊക്കെയാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. സൈജു കുറുപ്പിന്റെ കരിയറിലെ 150-ാമത്തെ ചിത്രം എന്ന പ്രത്യേകത എത്തിയ ചിത്രമായിരുന്നു ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ. ആദ്യ ഭാഗം ബോക്സ് ഓഫീസിൽ 50 പരാജയമായിരുന്നെങ്കിൽ OTT മികച്ച അഭിപ്രായങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് രണ്ടാം ഭാഗമായിട്ട് അണിയറ പ്രവർത്തകർ എത്തിയിട്ടുണ്ടെന്ന്. മികച്ച ഒരു കോമഡി എന്റർടൈനർ എന്ന ചിത്രത്തിന് വിശേഷം നേടിയെടുക്കാൻ സാധിച്ച ചിത്രം ഫാമിലി പ്രേക്ഷകരുടെ നമ്പർ 1 ചോയ്സായിട്ട് വിഷുക്കാലത്ത് മാറുകയായിരുന്നു. സൈജു കുറുപ്പിനോടൊപ്പം തന്നെ സുരാജ് വെഞ്ഞാറമൂട്, ബേബി ജിൻ, വിനയ് ഫോർട്ട്, ജഗദീഷ്, കലാരഞ്ജനി, അഭിരാം രാധാകൃഷ്ണൻ, ശ്രീജ രവി, ശ്രുതി രമേശ് തുടങ്ങി മലയാളത്തിലെ പ്രമുഖ താരങ്ങൾ അണിനിരുന്ന ചിത്രം ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 10ാം ദിവസം കേരള ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ ഉയർത്തിയിരിക്കുകയാണ്. ഏകദേശം 1,75,00,000 രൂപയോളമാണ് ചിത്രം ഇന്നലെ മാത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. മറ്റ് ചിത്രങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വാഴ 2ന്റെ ഒപ്പം തന്നെ നല്ലൊരു ബുക്കിംഗ് സ്വന്തമാക്കിയ ചിത്രം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ആദ്യ ദിവസങ്ങളെല്ലാം തന്നെ ഏകദേശം 25-30 ലക്ഷത്തിനടുത്ത് കളക്ഷൻ സ്വന്തമാക്കിയ ചിത്രം പിന്നീട് പടിപടിയായിട്ട് ഓരോ ദിവസം ചിത്രത്തിന്റെ കളക്ഷൻ ഉയരുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. 9ാം ദിവസമായിട്ടുള്ള ചിത്രത്തിന് ശനിയാഴ്ച കേരള ബോക്സ് ഓഫീസിന് ഏകദേശം 1,48,00,000 രൂപയോളം മാത്രമാണ് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്. ആദ്യ 10 ദിവസത്തെ വേൾഡ് കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം 18 കോടി രൂപയോളം സ്വന്തമാക്കിയതായിട്ടും അറിയാൻ സാധിക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മലയാള സിനിമയിലെ മറ്റൊരു സർപ്രൈസ് ഹിറ്റായിട്ട് സൈജു കുറുപ്പിന്റെ സോളോ ഹിറ്റായിട്ടും ഭരതനാട്യം 2 മോഹിനിയാട്ടം മാറുകയാണ്. എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് വരും ദിവസങ്ങളിൽ ഇതിലും വലിയൊരു കളക്ഷനുകൾ സ്വന്തമാക്കാൻ സാധിക്കുമെന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ഭരതനാട്യം 2 മോഹിനിയാട്ടം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.